മാനസാന്തരത്തിൻ്റെയും ആത്മതപനത്തിൻ്റെയും കൂടുതൽ പ്രാർത്ഥനയുടെയും കുമ്പിടിയിലിൻ്റെയും ദിനങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള 50 ദിവസങ്ങൾ. 40 ദിവസം കർത്താവിൻ്റെ നോമ്പ് ഉപവാസത്തെ അനുകരിച്ചുകൊണ്ടും പിന്നെയുള്ള 10 ദിവസങ്ങൾ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ സ്വീകരിച്ചുകൊണ്ട് അതിൽ പങ്കാളികളായിക്കൊണ്ടുമാണ് നാം ഈ 50 ദിവസത്തെ വലിയ നോമ്പ് കൃത്യമായി ആചരിക്കുന്നത്. സഭയിലെ എല്ലാ നോമ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതെങ്കിലും ഒരു നോമ്പ് ഒന്നിനേക്കാൾ ചെറുതോ വലുതോ അല്ല. എല്ലാ നോമ്പുകളും സഭാമക്കളെന്ന നിലയ്ക്ക് അനുഷ്ഠിക്കുവാനായിട്ട് വിളിയും നിയോഗമുള്ളവരാണ് നാം എന്നത് നാം മനസ്സിലാക്കണം. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നാം ചേർത്ത് വച്ചിരിക്കുന്ന ഒരു നോമ്പാണ് പരിശുദ്ധ വലിയ നോമ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഏകജാതനായ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന അദ്ദേഹം നമ്മിലൊരാളായി മാറി നാം ചെയ്യേണ്ട കാര്യങ്ങൾ വെറുതെ പഠിപ്പിച്ച് മാത്രം പോകാതെ പ്രവൃത്തി പദത്തിലൂടെ മാതൃകയായി കാണിച്ചു തന്ന അവസാനം തൻ്റെ ജീവനെ തന്നെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമാക്കി പിന്നീട് ഉത്ഥിതനായി സ്വർഗത്തിലേക്ക് കയറി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തെ പുത്രനാം ദൈവത്തോടുള്ള സ്നേഹപ്രകടനമായിട്ട് കൂടി കാണിക്കുന്നുണ്ട്. പുത്രനാം ദൈവത്തോടുള്ള സ്നേഹപ്രകടനമായി കാണിക്കുമ്പോൾ തന്നെ ഈ നോമ്പിനെ ഭംഗിയായി സഭാമക്കൾ ആചരിക്കണം, അനുഷ്ഠിക്കണം എന്നത് സഭയുടെ ആഗ്രഹമാണ്, സഭയുടെ നിയോഗമാണ്. അതുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ തുടക്കത്തിൽ ശുഭ്കോനോ ശുശ്രൂഷ എന്ന പേരിൽ ഒരു ശുശ്രൂഷ സഭ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ആരാധന ഘടനപ്രകാരം നോമ്പിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ഈ ശുശ്രൂഷ ഉണ്ട്. ദുഃഖശനിയാഴ്ച ദിവസത്തെ ആരാധന പൂർത്തീകരിച്ചും ഈ ശുശ്രൂഷ നടത്തുന്ന ഒരു പതിവ് പാരമ്പര്യം നമുക്ക് ഉണ്ട്. ഈ നോമ്പ് കാലത്തെ ശുഭ്കോനയിൽ നിർത്തുക എന്നതാണ്, ഉള്ളിൽ നിർത്തുക എന്നതാണ് നമുക്ക് പ്രധാനമായും സഭ നൽകിയിരിക്കുന്ന വലിയൊരു നിയോഗം. ജീവിതത്തിൽ ശുഭ്കോനോ നോമ്പുകാലത്ത് മാത്രമല്ലല്ലോ വേണ്ടത്. നമ്മുടെ ഒരു ആരാധന എടുത്തു കഴിഞ്ഞാൽ അതിലും ശുഭ്കോനയുണ്ട്. നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ശുശ്രൂഷ ആണ് ശുഭ്കോന ശുശ്രൂഷ. ഞായറാഴ്ച ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് കൂടി വരുന്ന നാം ഈ ശുശ്രൂഷ അല്ലാതെ വേറെ ഒരു ശുശ്രൂഷ അല്ലല്ലോ നിവർത്തിക്കുന്നത്. വിശുദ്ധ കുർബാന അർപ്പണം തന്നെ ഒരു ശുഭ്കോന ശുശ്രൂഷയാണ്. ഷ്പാക്ക്, ക്ഷമ ചോദിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ക്ഷമിക്കാനല്ല പറയുന്നത്, ചോദിക്കാനാണ് പറയുന്നത്. ക്ഷമ ചോദിക്കാനാണ്. പരസ്പരം ക്ഷമ ചോദിച്ച് ക്ഷമ സ്വീകരിച്ച് പോകാനുള്ള ഒരു വിളിയാണ് നമ്മുടെ ആരാധന മുഴുവൻ. അത് ആരാധനയുടെ മകുടമായ വിശുദ്ധ കുർബാനയിലും മറ്റെല്ലാ കൂദാശകളിലും നമ്മുടെ യാമനമസ്കാരങ്ങളിലെല്ലാം നമ്മോട് കൃത്യമായി ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. അതിൻ്റെ ഒരു മൂർത്തിഭാവമാണ് ഈ ശുഭ്കോനോ ശുശ്രൂഷ എന്ന പേരിൽ വലിയ നോമ്പിൻ്റെ ആദ്യവും അവസാനവും സഭ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ നടത്തിയ പ്രാർത്ഥനകളെല്ലാം, പ്രത്യേകിച്ച് വന്ദനായ വല്യച്ഛൻ ചൊല്ലിയ പ്രമിയൻ സദറ പ്രാർത്ഥനയിൽ 2-3 വാക്കുകൾ ഇങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ഓടുകയായിരുന്നു. ക്ഷമ, സ്നേഹം. ഏറ്റവും കൂടുതൽ ഊന്നി നൽകിയ പദം സമാധാനം. ക്ഷമ, സ്നേഹം, ഊന്നൽ നൽകിയ പദം സമാധാനം. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ 3 പദങ്ങളുടെ ഒരു സമന്വയമാണ് വേദഭാഗത്തിലും ഉള്ളത്.
അത് വായിച്ച 2 ശ്ലീഹ വായനകളിലും അതുപോലെ തന്നെ സുവിശേഷ വായനയിലും അതുതന്നെയാണ് തെളിയിച്ചിരുന്നത്. പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതലുള്ള ഭാഗങ്ങളാണ് സുവിശേഷ വായനയായി ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത്. ഈ 3 വാക്കുകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത് ഒരു കൽപ്പനയായിട്ടാണ് നാം ഈ ശുഭ്കോനെ കാണേണ്ടത്. ശുഭ്കോന ശുശ്രൂഷ എല്ലാ വർഷവും നിവർത്തിച്ച് കഴിയുമ്പോഴോ അതിന് മുമ്പിലോ പിമ്പിലോ ആരെങ്കിലുമൊക്കെ നമ്മോട് പറയാറുണ്ട്. ചില സമയത്തൊക്കെ നമുക്കും തോന്നാറുണ്ട് ഒരു ചടങ്ങിന് വേണ്ടി ഇത് നിർവഹിക്കുന്നു എന്നത്. നമുക്കും തോന്നുന്ന ഒരു വിഷയമാണ് ഒരു ചടങ്ങിന് വേണ്ടി ഇത് നിർവഹിക്കുന്നു എന്നത്. ചടങ്ങിന് വേണ്ടി നിർവഹിക്കുക എന്നതല്ല ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ കർത്താവിൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ ഉള്ളതാണ്. ഇന്ന് വായിച്ച വേദഭാഗം അത് വളരെ ഭംഗിയായി നമ്മോട് പറയുന്നുണ്ട്. പ്രിമിയൻ സദറ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തോട് ക്രിസ്തുവിനെ ചേർത്ത് നിർത്താനായിട്ട് നല്ലതുപോലെ ആവശ്യപ്പെടുന്നുണ്ട്. സ്നേഹിക്കാനും ക്ഷമിക്കാനും അതുവഴി സമാധാനം നേടാനുമുള്ള വലിയ കൽപ്പന നമുക്ക് നൽകുന്നുണ്ട്. കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ശ്ലീഹന്മാരോട് കർത്താവ് പറഞ്ഞതാണ് തുടക്കം. തീർച്ചയായും സഭ അപ്പോസ്തോലികമാകയാൽ കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം സഭയ്ക്കുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോസ്തലന്മാരുടെ പിൻഗാമിത്വമുള്ള സഭയാണ്. മാർത്തോമാ ശ്ലീഹയുടെ മാത്രം പിൻഗാമിത്വമല്ല നമുക്കുള്ളത്, അപ്പോസ്തോലിക പിൻഗാമിത്വമാണുള്ളത്, ക്രിസ്തുവിൻ്റെ പിൻഗാമിത്വമാണുള്ളത്. ക്രിസ്തുവാണ് യഥാർത്ഥ അപ്പോസ്തലൻ. യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമിത്വമുള്ള സഭയിലെ അംഗങ്ങളാകുന്നു നാം എന്നതുകൊണ്ട് തന്നെ കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം അവകാശം സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രതീകമായിട്ടാണ് പ്രത്യേക പൗരോഹിത്യ ഗണത്തെ കൈവപ്പ് നൽകി കെട്ടുവാനും അഴിക്കുവാനൊക്കെ ആയിട്ട് ക്രമീകരിച്ച് ഉത്തരവാദിത്തപ്പെടുത്തി നൽകിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കെട്ടുവാനും അഴിക്കാനുള്ള അധികാരമുള്ള സഭയിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരിൽ ഒരാൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. കെട്ടുവാനും അഴിക്കുവാനുമായി കർത്താവ് അവർക്ക് അധികാരം നൽകിയപ്പോൾ അതിലൊരാൾ ചോദിച്ച ഒരു ചോദ്യം, കീപ്പ അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ എന്ന ഒരു ചോദ്യം. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ എന്ന ചോദ്യം. നാം കർത്താവിൻ്റെ മറുപടി ശ്രദ്ധിക്കേണ്ടതാണ്. 7 അല്ല, 70 അല്ല. 7 എന്നത് ഒരു പൂർണ്ണതയുടെ നമ്പറാണ്. ആ പൂർണ്ണതയിലല്ല, അതിനും അപ്പുറം, പിന്നെ അതിനും അപ്പുറം. ഇന്ന് വായിച്ച കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചാണ് വർണ്ണന. അവിടെ മുഴുവൻ പറയുന്നത് ദീർഘമായി ക്ഷമിക്കുന്നു എന്നാണ്. അതിന് നീളത്തിൻ്റെ ഒരളവ് കൊടുത്തിട്ടില്ല. സ്നേഹത്തിൻ്റെ ഒരളവ്, ക്ഷമയ്ക്കൊരളവ് ഒന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയതായി നാം കാണുന്നില്ല. സ്നേഹത്തിന് അളവ് നൽകിയിട്ടില്ല, പക്ഷെ ക്ഷമയ്ക്ക് ചിലയിടത്തൊക്കെ ചില അളവ് നൽകിയതായും കാണുന്നു. ഇന്നത്തെ വേദവായന ഭാഗത്തിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. ക്ഷമയ്ക്ക് ചില അളവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അളവ് നൽകുമ്പോഴും പറയുന്നൊരു കാര്യമാണ് 7 പ്രാവശ്യമല്ല, 70 പ്രാവശ്യമല്ല, 7 70 അല്ല. ഇങ്ങനെ ഒരു ഇരട്ടി നമ്പറാണ്. അത് എത്ര വരെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ വ്യക്തത നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ തൊട്ട് പിന്നാലെ വരുന്ന കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഇത് പറഞ്ഞ കർത്താവ് തന്നെ കൽപ്പിക്കുന്ന ഒരു ഉപമയുണ്ട്. യേശു തമ്പുരാൻ കൽപ്പിക്കുന്ന ഒരു ഉപമയുണ്ട്. ആ ഉപമയിൽ 2 ദാസന്മാരുടെ കഥയാണ്. ഒരു വലിയ യജമാനൻ, ആ വലിയ യജമാൻ്റെ കീഴിലൊരു ദാസൻ, അതിൻ്റെ കീഴിൽ വേറൊരു ദാസൻ. ഇങ്ങനെ ഒരു 3 കഥാപാത്രങ്ങളാണ്. വലിയ യജമാനൻ, കൊച്ചുദാസൻ, അതിന് താഴത്തെ ദാസൻ. ഇങ്ങനെ 3 കഥകളുണ്ട്, 3 കഥാപാത്രങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവർ മാത്രമല്ല, ഈ 2ാമത്തെ ദാസൻ്റെ കൂടെയും കൂട്ടുദാസന്മാർ ഇഷ്ടം പോലെയുണ്ട്. 3ാമത്തെ ദാസൻ്റെ കൂടെയും കൂട്ടുദാസന്മാർ കാണുമെന്നുള്ളത് ഉറപ്പാണല്ലോ.
അങ്ങനെയാണല്ലോ വിശുദ്ധ വേദപുസ്തകം കൃത്യമായി നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ യജമാനൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കൂട്ടുദാസന്മാരാണ്. ആ കൂട്ടുദാസന്മാരിൽ ഒരാളാണ് കടം ഒരുപാട് വലിച്ചു കൂട്ടി യജമാനനോട് ചോദിച്ചു വാങ്ങിച്ച പല കാര്യങ്ങളും കൃത്യമായി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കുഴഞ്ഞത്. സമയമായപ്പോൾ യജമാനൻ കണക്ക് ചോദിച്ചു. സമയമായപ്പോൾ യജമാനൻ കണക്കും കടവും എല്ലാം വീട്ടാനായിട്ട് അവനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ രീതിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ യജമാനൻ പറഞ്ഞു, ഇവൻ്റെ വീടും സർവ്വതും എല്ലാം വിറ്റ് കടം വീടുക എന്നുള്ളതാണ് പറഞ്ഞത്. എല്ലാം വിറ്റ് കടം വീടാനാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ആ ദാസൻ വളരെ ഭംഗിയായി പ്രവർത്തിച്ചു. അവൻ യജമാനൻ്റെ കാൽക്കൽ വീണു. യജമാനൻ്റെ കാൽക്കൽ വീണ് യജമാനനോട് ഇളവ് അപേക്ഷിച്ചപ്പോൾ യജമാനൻ അവനോട് ദയ തോന്നി, അവനോട് കരുണ തോന്നി. അതാണ് 7, 70, 70 ഇങ്ങനെയൊക്കെ പറയുന്ന ആ കരുണ. 7, 70, 70 എന്നൊക്കെ പറയുന്ന കരുണ. കർത്താവിൻ്റെ കരുണ അങ്ങനെയാണ്. കരുണ തോന്നി. പക്ഷേ കരുണ തോന്നിയതുകൊണ്ട് അവനെ കാരാഗൃഹത്തിലാക്കിയില്ല, അവൻ്റെ കുടുംബത്തെ വിറ്റില്ല, അവനെ വീണ്ടും ചേർത്ത് നിർത്തി അവൻ്റെ കടം ഇളവ് ചെയ്ത് കൊടുത്തു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് 70 എന്നൊക്കെ പറയുന്ന നമ്പരിക പൂർണ്ണത എന്ന് പറയുന്നത്. എന്നാൽ ഇവൻ ഈ ഇളവ് മേടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നോട് അതിന് ചെറിയൊരു രീതിയിൽ കടം വാങ്ങിച്ച ഒരു ദാസനെ കണ്ടപ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം യജമാനൻ മനസ്സിലാക്കാൻ ഇടവരുന്നത്. മനസ്സിലായി കാണും യജമാനൻ. പക്ഷേ യജമാനൻ ഇങ്ങനെ ഇഷ്ടം പോലെ സമയം ഇട്ട് കൊടുക്കുക, ഇളവിട്ട് കൊടുക്കുകയാണ്. നീ നേരെയാകട്ടെ, നീ നേരെയാകട്ടെ, നീ നേരെയാകട്ടെ എന്ന കൃത്യമായ ചില ഇളവുകൾ യജമാനൻ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ ഇവന് സാധ്യമാകാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവനത് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് യജമാനൻ്റെ അത്ര ക്ഷമയുടെ ആവശ്യമൊന്നുമില്ല, എന്നോട് ചെറിയ കടം ചോദിച്ചവൻ അവന് ഉടനെ തന്നെ തീർത്തു തരണം എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് അവൻ പോയി. ഈ രണ്ടാമത്തെ ദാസൻ ചോദിച്ച അതേപോലെ തന്നെ ഒരു ഇളവ് മൂന്നാമത്തെ ദാസൻ ചോദിച്ചതാണ്. യജമാനൻ അവന് കൊടുത്തതുപോലെ ഇളവ് രണ്ടാമത്തെ ദാസൻ ഒന്നാമത്തെ ദാസനോട് ചോദിച്ചതാണ്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞപ്പോഴും യാതൊരു മാറ്റവുമില്ലാതെ വീണ്ടും വീണ്ടും ഒരു പ്രശ്നം സൃഷ്ടിച്ച് അവനെ കാരാഗൃഹത്തിൽ അടച്ചു. ഇത് കാണുമ്പോൾ സാധാരണഗതിയിൽ കൂട്ടുദാസന്മാർക്ക് ചിലർക്കൊക്കെ വേദന ഉണ്ടാകും, വേറെ ചിലർ അതിന് കൂടെ നിൽക്കും. ഇത് സാധാരണ കാണുന്ന കാഴ്ചയാണല്ലോ. നമ്മുടെ കൂട്ടത്തിലും അങ്ങനെയാണ്. കൂട്ടുദാസന്മാർ കുറച്ച് പേര് കൂടെ നിൽക്കും, കുറച്ച് പേര് പോയി യജമാനോട് പറയും, ഇങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട്, കറക്ഷൻ ആവശ്യമാണ് എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെയാണ് യജമാനൻ ശരിയായ പ്രവർത്തനം നടത്തുന്നത്. എന്താണ് ആ ശരിയായ പ്രവർത്തനം? അവനെ തിരിച്ച് പിടിച്ചകത്താക്കിയിട്ടു. നീ ശരിയാവുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ക്ഷമയ്ക്ക് ചില അതിരുകൾ കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് എൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ കാര്യത്തിലായാലും, അത് മെത്രാനായാലും കൊള്ളാം, വൈദികനായാലും കൊള്ളാം, ഷമ്മാസനായാലും കൊള്ളാം, വിശ്വാസിയായാലും കൊള്ളാം, നമുക്കെല്ലാവർക്കും ക്ഷമയ്ക്ക് അത്യാവശ്യം വേണ്ടതായ അതിരുകൾ കർത്താവ് കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു കാരാഗൃഹത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായി ശിക്ഷിക്കാനല്ല, അവിടെയാണ് യജമാനൻ്റെ സ്നേഹം നിൽക്കുന്നത്. ഒരാത്യന്തിക ശിക്ഷയല്ലത്. പിന്നെന്താണ്? ഇവൻ അവിടെ കിടന്നെങ്കിലും ഒന്ന് രൂപീകരിക്കപ്പെടട്ടെ, ഇവൻ അവിടെയെങ്കിലും ഒന്ന് രൂപാന്തരപ്പെടട്ടെ, ഇവനൊരു മാറ്റമുണ്ടാകട്ടെ. കർത്താവിന് തൻ്റെ സൃഷ്ടിയെ ഒന്നിനെയും നശിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. ക്രിസ്ത്യാനിക്കും ആ ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തൻ്റെ സൃഷ്ടിയെ ഒന്നിനെയും നശിപ്പിക്കാൻ ആഗ്രഹമില്ല.
ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം വേണ്ട പ്യൂരിഫിക്കേഷൻ്റെ സാധ്യതകൾ ഇട്ട് തരും. ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന ഒരു സാധ്യത അതാണ്. ഹി ഗീവ്സ് us some times for sanctification, some chances in order to be purified. ചില സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഇട്ട് തരും. ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഇട്ട് തരുമ്പോൾ അവിടെ അതിന് വിനിയോഗിക്കാനായിട്ട് നാം പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് മൂന്നാമത്തെ പദത്തിന് അർത്ഥം കൂടുതലുണ്ടാകുന്നത്. സമാധാനം എന്ന പദം. ഒന്നിനായ വല്യച്ഛൻ സമാധാനം സമാധാനം എന്ന് പദം വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് അങ്കലാപ്പിൽ നിൽക്കുകയായിരുന്നു. സമാധാനം 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 എന്ന പദം പറയാനുള്ളതും വേദപുസ്തകം എഴുതിയിരിക്കുന്നതോ പ്രാർത്ഥനാ പുസ്തകം എഴുതിയിരിക്കുന്നതോ റിസൈറ്റ് പാരായണം ചെയ്യാനുള്ളതും അല്ല. സമാധാനം എന്ന പദം ക്രിസ്തു നൽകിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതാണ്. യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന ദിവ്യമായൊരു വരമാണ് അതെന്നതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ നമുക്കത് ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ആണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം സംഭവിക്കുന്നത്. ഇതൊരു ചടങ്ങായി മാറുന്നു. പല വിശ്വാസികളും വൈദികരും മെത്രാപ്പോലിത്തന്മാർ ഉൾപ്പെടെയുള്ള ചിലരൊക്കെ ഇങ്ങനെ തന്നെ പറയാറുണ്ട്, ഇതൊരു ചടങ്ങായി മാറുന്നു എന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. ക്രിസ്തു നൽകിയിരിക്കുന്ന 70 ക്ഷമയുടെ അപ്പുറം നിൽക്കുന്ന ക്ഷമയെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാകാത്തത് കൊണ്ട് സമാധാനം നഷ്ടപ്പെടും. യേശു ക്രിസ്തു നമ്മെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സമാധാനവും പോകും. മനുഷ്യൻ്റെ വാക്കുകൾ പലതും ക്രിസ്തുവിലും ബാധകമാക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് മാനുഷിക ഭാഷയിൽ പലപ്പോഴും ദൈവത്തെ നാം നിർവചിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ക്രിസ്തു നമ്മെ ശിക്ഷിച്ചാൽ ക്രിസ്തുവിൻ്റെ സമാധാനം പോകും. അതുകൊണ്ടാണ് ക്രിസ്തു രക്ഷകനാകുന്നു എന്ന ഉറപ്പ് നാം നേടുന്നത്. യേശു ക്രിസ്തു രക്ഷകനാകുന്നു. ക്രിസ്തു നമ്മെ ആത്യന്തികമായി ശിക്ഷിക്കാൻ പറ്റുകയില്ല. അവൻ നമുക്ക് തരുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വളരെ ഭംഗിയായി നമ്മുടെ ആരാധനാക്രമത്തിലും നമ്മുടെ ദൈവശാസ്ത്രത്തിലും അവൻ നമുക്ക് തരുന്ന സോക്കോൾഡ് ശിക്ഷയെ നാം മരുന്ന് എന്ന് വിളിക്കുന്നത്. മെഡിസിൻ, ക്യൂറിങ്ങിനുള്ള ഹീലിങ്ങിനുള്ള മെഡിസിൻ എന്ന് വിളിക്കുന്നത്. കൃത്യമായി സൗഖ്യത്തിന് വേണ്ടിയുള്ള ഒരു മെഡിസിനാണ് നൽകുന്നത്. എനിക്കും നിങ്ങൾക്കുമൊക്കെ ചില സമയങ്ങളിലും അത്യാവശ്യം ഈ മെഡിസിൻ ആവശ്യമാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ശുഭ്കോനോ ശുശ്രൂഷ. ഞാനും നിങ്ങളും കൂടെ ഇന്ന്, അല്ലെങ്കിൽ സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും, നമ്മുടെ സഭയിൽ മാത്രമല്ല സുറിയാനി പാരമ്പര്യം പിന്തുടരുന്ന എല്ലാ ദേവാലയങ്ങളിലും ശുഭ്കോനോ ശുശ്രൂഷയുണ്ട്. ശുഭ്കോനോ ശുശ്രൂഷ നടത്തി എന്നതുകൊണ്ട് ഈ പറഞ്ഞ 3 വാക്കുകളും ആക്ഷരികമായി നമ്മുടെ ഉള്ളിലേക്ക് വന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ശുഭ്കോനോ നടത്തിയിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വീണ്ടും അതിനെതിരായ ചില കാര്യങ്ങളാണ് നമ്മുടെ മുമ്പാകെയൊക്കെ കയറി വരുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് പ്രത്യേകിച്ച് നോമ്പുകാലം ആകുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ കുറച്ചുകൂടി വെളിപ്പെടും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കും. കർത്താവ് 40 ദിവസം കഠിനമായി ഉപവസിച്ചു, രാവും പകലും, പച്ചവെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ചു. അപ്പോഴാണ് സാത്താൻ അവൻ്റെ അടുത്ത് വന്നത്. അതുകൊണ്ട് പരിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സാത്താൻ ഇങ്ങനെ മുമ്പിലിങ്ങനെ, പുറകിലിങ്ങനെ, വശങ്ങളിലിങ്ങനെ കറങ്ങി നടക്കും. നടക്കുന്ന സാത്താനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. നാം സാത്താനെ അതിജീവിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഈ സമാധാനം എന്ന വാക്ക് ഒരു എഴുത്ത് ഭാഷയായി മാറുന്നു എന്നുള്ളതാണ് ബലഹീന എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് ബലഹീന ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൂടെയൊക്കെ ആരാധനയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അല്പമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുവാൻ കഠിനമായ ഒരു ശ്രമം നാം നടത്തണം. അത് വളരെ ആവശ്യമാണ്. അത് കഠിനമായ ഒരു ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ ഈ 3 വാക്കുകളും ഒന്നിനു പിറകെ മറ്റൊന്നായി, സ്നേഹം, ക്ഷമ, സമാധാനം, ഇത് 3 വാക്കുകളും
ഈ ഒരു ശ്രേണിയിൽ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയുള്ളൂ. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ കൃത്യമായി സമർപ്പിക്കുകയും ഈ നോമ്പ് കാലത്തെ അനുഗ്രഹപ്രദമായി സ്വീകരിക്കുകയും വേണം. ഞാനിങ്ങനെ ഈ നോമ്പിൻ്റെ പ്രാർത്ഥനകൾ വെറുതെ ചൊല്ലുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു, ഇതിനകത്ത് എവിടെയെങ്കിലും ഈ മ്ലാനതയെക്കുറിച്ചോ നോമ്പ് കാലം മ്ലാനതയുടെ കാലമാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. ഒരിടത്തും അത് കാണുന്നില്ല. നോമ്പ് കാലം ഒരു ഉത്സവ കാലഘട്ടമായിട്ടാണ് കാണുന്നത്. സ്നേഹത്തിൻ്റെ ഉത്സവമാണ്, ക്ഷമയുടെ ഉത്സവമാണ്, സമാധാനത്തിൻ്റെ ഉത്സവമാണ്, ആത്മാവിൻ്റെ ഉത്സവമാണ്, ശരീരത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഉത്സവമാണ്. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും ഒക്കെ കൃത്യമായ നിയന്ത്രണത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് വിശുദ്ധ നോമ്പിനെ നാം കാണുന്നത്. ആ ഉത്സവത്തെ സ്വീകരിക്കുന്നതാണ് സമാധാനം. ഇന്നലെ സന്ധ്യയ്ക്ക് നിങ്ങൾ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുത്തുവെങ്കിൽ നോമ്പേ സമാധാനത്തോടെ വരിക, നോമ്പേ സമാധാനത്തോടെ വരിക, സമാധാനത്തോടെ വരിക എന്നിങ്ങനെ പാടിയാണ് നാം പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും കൃത്യമായ നോമ്പായി മാറട്ടെ. ദൈവസന്നിധിയിൽ നാം കുത്തുന്നതായ ഓരോ മുട്ടുകുത്തലും അത് അവിടെ നിന്ന് ലഭിക്കുന്ന ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും അതുവഴി നമുക്കുണ്ടാകേണ്ട സമാധാനത്തിൻ്റെ അടയാളങ്ങളായി മാറട്ടെ എന്ന് ബലഹീന ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയാണ്, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നാമൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ ചടങ്ങെന്ന് ഒക്കെ പറയുന്നതായി ശുഭ്കോനോ ശുശ്രൂഷ വളരെ കൃത്യമായി ഈ നോമ്പിൻ്റെ തുടക്കത്തിൽ വെച്ചിരിക്കുന്നത് മനസ്സിലാക്കി നാം ഏവരും കൃത്യമായി ഇതിനോട് ചേർന്ന് നിൽക്കണമെന്ന് ബലഹീനന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മനോഹരമായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ആത്യന്തിക സമാധാനത്തിൻ്റെയും നോമ്പ് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.